ഇപ്പോൾ ഒത്തിരി റംബൂട്ടാൻ ഇങ്ങനെ പറിച്ചു. എല്ലാം വാവലെല്ലാം കൊണ്ടുപോയി തീർന്ന സമയമാണേ. അപ്പം നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ റംബൂട്ടാൻ കൂട്ടം കാണിക്കാൻ റംബൂട്ടാൻ ഇങ്ങനെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, നമ്മൾ പഴുത്തത് തന്നെ സെലക്ട് ചെയ്ത് വെച്ചു. അല്ലാതെ പച്ചയായിട്ട് ഇതല്ലേ റംബൂട്ടാൻ നമ്മളിങ്ങനെ പറിച്ചു. എല്ലാം റെഡിയായി. നമ്മൾ അപ്പം ഇത് നല്ലപോലെ പഴുത്തതാണ്. ഇത് നമുക്ക് അച്ചാറൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ പറിച്ചാണ്. ഇതുപോലെ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് സെറ്റാക്കും. ഇത് പിടിക്കും. എന്താ രണ്ട് ഫോണുണ്ടോ കയ്യില്? നമ്മുടെ ഓട്ടോയ്ക്കകത്തോട്ട് കയറ്റുവാണ്. അപ്പം ഓക്കെ. സ്വിച്ച് പോയി കേട്ടോ, സ്വിച്ച് പോയി. മതിയോ? ഇച്ചിരൂടെ അങ്ങോട്ട് പോവോ? ഒടിച്ചു. ഓ മൈ ഗോഡ്. അപ്പം നമ്മൾ ഇത് പറിച്ചുകൊണ്ട് വന്നു. ഇനിയും ബാക്കി കാര്യങ്ങൾ പച്ചയാ കൂടുതലും, പച്ചയും. ഇപ്പൊ നമ്മൾ റംബൂട്ടാൻ എല്ലാം പറിച്ച് ഇങ്ങനെ അടത്തി ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാറിടാൻ പാകത്തിനുള്ളതാണ്. അപ്പോൾ നമ്മൾ റംബൂട്ടാൻ അതിൻ്റെ തൊലിയുടെ അത് കുഴപ്പമില്ല, നമ്മളത് ചവച്ചൊക്കെ തിന്നുന്നതല്ലേ, കുഴപ്പമില്ല. കുരു നമ്മൾ എടുത്തിട്ടില്ല. കുരുവും തിന്നുന്നതിന് കുഴപ്പമില്ല, കുരു നമ്മൾ എടുത്തിട്ടില്ല. അപ്പം അച്ചാറിടാനായിട്ട് ഉള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളന്നേരം റംബൂട്ടാൻ അച്ചാറിടാൻ പോവാണ് എല്ലാം. അപ്പൊ നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. ഈ റംബൂട്ടാൻ എല്ലാം റെഡിയാക്കി ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാം നല്ല വൃത്തിയാക്കി എടുത്താണ്. അകത്തെ ഈ തൊലി ചിരണ്ടി കളയാനൊന്നും പറ്റുമല്ലോ. അത് ഇപ്പൊ ഇച്ചിരി അകത്ത് വയറ്റി ചെന്നൊന്നും ഓർത്തൊന്നും ഒരു കുഴപ്പവും വരികയല്ലേ. അപ്പം നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുത്തു. അപ്പം ചട്ടി അടുപ്പയിലോട്ട് വെക്കാം. അപ്പം ചട്ടി അടുപ്പയിലോട്ട് വെച്ചു. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ.
അപ്പൊ നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം. ഒരു കുഞ്ഞ് ടീസ്പൂൺ ഇട്ടാൽ മതി. ഉലുവ അന്നേരം ഇച്ചിരി ഒരു മൂപ്പായിട്ടുണ്ട്. അപ്പം കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. പച്ചവെള്ളം ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം നമുക്ക് വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത്ര വെളുത്തുള്ളി മതിയാ. ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കരിയാപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ തീ കുറച്ച് വെക്കുവാണ്. പൊടി എല്ലാം ഇടാൻ പോവാണേ. കായം ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടേതായിട്ടുള്ള പൊടി ഐറ്റം ഇടാൻ പോവുകയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി 4-5 സ്പൂണുണ്ട്. അപ്പൊ നമ്മുടെ റംബൂട്ടാൻ ചാറും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇതിനകത്ത് ഇച്ചിരി ചാറൊക്കെ ഉണ്ട്, എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ റംബൂട്ടാൻ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വേറെ ലെവല് അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ റംബൂട്ടാൻ കിട്ടുമ്പോൾ ഒത്തിരിയൊക്കെ നമ്മുടെ വീട്ടിൽ എവിടുന്നേലുമൊക്കെ കിട്ടുമ്പോഴേ റംബൂട്ടാൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. അതുപോലെ ടേസ്റ്റാണ്. അപ്പം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ നേരത്തെ കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണേ. വിനാഗിരി ഒഴിച്ച് കൊടുത്തു. ഇപ്പൊ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് വിനാഗിരി എല്ലാം ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് ഇതിനിടയ്ക്ക് ഒരാള് ചോറിനാൻ പോയി. അന്നേരത്തേക്ക് ഇച്ചിരി ഒരു അതുകൊണ്ട് നമ്മുടെ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം അടിപൊളി അച്ചാറാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരിയൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ല അടിപൊളി. ഏറെ വെള്ളം ഒഴിക്കുന്നു, അല്ല വിനാഗിരി ഒഴിക്കുന്നു, അതനുസരിച്ച് നമ്മൾ വെള്ളം. അപ്പം നമുക്ക് കൊച്ചുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിക്കാവേ. കൊച്ചു ടേസ്റ്റ് ചെയ്യും. കൊച്ചു ഞാൻ ചോറ് കഴിച്ചായിരുന്നേ, അതുകൊണ്ട് അപ്പം കൊച്ചുമോളിനോട് ടേസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പം കൊച്ചു കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് അച്ചാറിന്. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇങ്ങനെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം കൊച്ചൂസ് കിച്ചൺ എല്ലാരും കാണണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കാണുന്നുണ്ടവരെ ബൈ ബൈ.